പത്രോസും അപ്പസ്തോലൻ പൗലോസും നൽകിയ ദൈവവചനം വരമൊഴിയായി കേട്ടു വളർന്ന ഞങ്ങൾക്കിന്ന് ആനന്ദം ആനന്ദം ഞങ്ങൾക്കിന്ന് ആനന്ദം 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 ഞങ്ങൾക്കിന്ന് ആനന്ദം. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ. യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നിത്യരക്ഷ ദൈവശക്തി മൂലം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിനെക്കുറിച്ചായിരുന്നു മുൻ പ്രഘോഷണത്തിൽ കേട്ടത്. ഇനി നാം കേൾക്കുന്ന ദൈവവചന പ്രഘോഷണം യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട നമുക്ക് വളരെ ഞെരുക്കങ്ങളിൽ കൂടിയേ നിത്യരക്ഷ പ്രാപിക്കാനാവൂ എന്നതിനെക്കുറിച്ചുള്ള വചനങ്ങളാണ്. അത് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-10 വചനങ്ങൾ, 13-14 വചനങ്ങളും 16-17 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ആദ്യം നമുക്ക് 9-10 വചനങ്ങൾ ശ്രദ്ധിക്കാം. 7-ാം അധ്യായം വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-10 വചനങ്ങൾ ശ്രദ്ധിക്കാം. ഇതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ, എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധം ഒരു വലിയ ജനക്കൂട്ടം, അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ള അങ്കി അണിഞ്ഞു കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും കുഞ്ഞാടിന് മുമ്പിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. നമുക്കൊന്ന് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നോക്കിയപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം സകല ജനതകളിൽ നിന്നുള്ള, സകല ഗോത്രങ്ങളിൽ നിന്നുള്ള, രാജ്യങ്ങളിൽ നിന്നുള്ള അനേകം ജനത വെള്ള അങ്കി അണിഞ്ഞ് കൈകൾ കുരുത്തോലയുമായി നിന്ന് കുഞ്ഞാടിൻ്റെ മുമ്പിൽ നിന്ന് കുഞ്ഞാടിനെ സ്തുതിക്കുകയാണ്. അവർ ഉച്ചത്തിൽ സ്തുതിക്കുകയാണ്. അതിനെക്കുറിച്ച് മത്തായി സുവിശേഷം 8-ാം അധ്യായം 11-12 വചനങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. ആരാണ് ഈ വെള്ള വസ്ത്രം അണിഞ്ഞ ജനതകളെന്ന്? മത്തായി സുവിശേഷം 8-ാം അധ്യായം 11-12. ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. കർത്താവായ യേശു പറയുന്ന ഏറ്റവും വലിയൊരു ഞെട്ടിക്കുന്ന സംഭവമാണത്. എന്നെ സംബന്ധിച്ച് പലപ്പോഴും ഞാൻ ഈ വചനം വായിക്കുമ്പോൾ ഞെട്ടിപ്പോകാറുണ്ട്. കർത്താവേ, ഞങ്ങൾക്കാർക്കും രക്ഷയില്ലേ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞതിൻ്റെ അന്തരാർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജ്യത്തിൻ്റെ മക്കളെന്ന് കർത്താവ് ഉദ്ദേശിച്ചത് കർത്താവ് ജീവിച്ചിരുന്ന കാലത്തുള്ളതായ ഇസ്രായേൽ ജനത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. കർത്താവിൻ്റെ പ്രിയപ്പെട്ട ജനമായ ഇസ്രായേൽ രാജ്യം, ആ ഇസ്രായേൽ ജനം, അവരാണ് ദൈവരാജ്യത്തിൻ്റെ മക്കളായി അന്ന് കണക്കാക്കപ്പെട്ടിരുന്നത്. യേശു അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ നിന്ന് എല്ലാം അറിയാം, ഇങ്ങനെയൊക്കെ ഇസ്രായേൽ ജനത്തിൽ നിന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ നടന്നത് എന്താണ്? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിരിക്കുന്നു. എന്താണ് ഈ പറഞ്ഞത്? കിഴക്ക് നിന്നും പടിഞ്ഞാറും എന്ന് പറയുന്നത്. അന്ന് കർത്താവ് ഭൂമിയുടെ മധ്യഭാഗത്ത് നിന്നുകൊണ്ടാണ് ഈ കാര്യം അരുളി ചെയ്യുന്നത്. അന്നുണ്ടായിരുന്ന മധ്യഭാഗത്ത്, ഭൂമിയുടെ മധ്യഭാഗത്താണ് ഇസ്രായേൽ ജനം വാണിരുന്നതും ജീവിച്ചിരുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറും എന്ന് പറയുമ്പോൾ കിഴക്ക് ഭാഗത്തുള്ളത് വിജാതീയരായിട്ടുള്ള ആൾക്കാരാണ്, ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ. പടിഞ്ഞാറ് മറ്റേ അമേരിക്ക മുതലായ രാജ്യങ്ങളിലുള്ള വ്യക്തികൾ. അവിടെ അന്നൊക്കെ ജനങ്ങളുണ്ട്. കർത്താവായ യേശുവിനെ അറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. പക്ഷെ പിന്നീടാണത് വെള്ളക്കാർ പോയി കണ്ടുപിടിക്കപ്പെട്ടത്, അവിടെയൊക്കെ ജനങ്ങളുള്ളതായിട്ട്. അതൊക്കെ ക്രിസ്തുവിന് ശേഷമാണ് പോയി കണ്ടുപിടിക്കപ്പെട്ടത് ആ രാജ്യങ്ങളൊക്കെ. പക്ഷേ അന്ന് അവിടെ വെള്ളക്കാർ കണ്ടുപിടിക്കാൻ ചെല്ലുമ്പോൾ, ആ രാജ്യം കണ്ടുപിടിക്കാൻ ചെല്ലുമ്പോൾ അന്നവിടെ മനുഷ്യരുണ്ട്. അവിടെയുള്ള മനുഷ്യരൊന്നും കർത്താവിനെ അറിഞ്ഞിട്ടില്ല. വെള്ളക്കാർ കൊണ്ടുപോയിട്ടാണ് കർത്താവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയുന്നത്. അവർ സുവിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നിസ്സാര കാര്യമല്ല, ജീവൻ്റെ വചനമാണെന്ന്. അവർക്ക് ബോധ്യം വന്ന് അവരെല്ലാവരും
കർത്താവിനെ വിശ്വസിച്ച്. പക്ഷേ സ്വന്തം ജനമായ ഇസ്രായേൽ വിശ്വസിച്ചില്ല. കിഴക്കെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിജാതീയരാണ്, പടിഞ്ഞാറുള്ള ആൾക്കാരും വിജാതീയരാണ്. സ്വന്തം ജനമായ ഇസ്രായേൽ ജനം കർത്താവായ യേശുവിനെ തള്ളിക്കളഞ്ഞു, അവിടുത്തെ വചനവും ഉപേക്ഷിച്ച് കളഞ്ഞു, അനുസരിച്ചില്ല അവർ. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അബ്രാഹത്തിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗീയ വിരുന്നിന് ഇരിക്കും എന്ന് തന്നെ കർത്താവ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഇപ്പം ഞാനൊരു മറ്റൊരു കാര്യം ആലോചിക്കുകയാണ്. ഇന്ന് നമ്മൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. നമുക്കും ഈ അവസ്ഥ വന്നു കൂടില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഈ പറഞ്ഞ രാജ്യത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞതായ ഇസ്രായേൽ ജനതയെപ്പോലെ നമ്മളും പുതിയ നിയമത്തിൽ ഇസ്രായേലായ നമുക്കും വരാൻ പാടില്ലായേ. ഇവിടെയുള്ള ധാരാളം വിജാതീയരായിട്ടുള്ള മനുഷ്യർ കർത്താവായ യേശുവെ വിശ്വസിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരത് പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്, സത്യസന്ധരായി ജീവിക്കുന്നവരുണ്ട്. ദൈവവചനത്താൽ സ്നാനപ്പെട്ട് ജീവിക്കുന്ന ധാരാളം മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. അവരത് പുറത്ത് പറയുന്നില്ലെന്ന് മാത്രം, രഹസ്യത്തിൽ അവർ സൂക്ഷിക്കുകയാണ്. പലവിധ കാരണങ്ങൾ കൊണ്ട് അവർ രഹസ്യത്തിൽ സൂക്ഷിക്കുക. ഏറ്റുപറയുന്നവരുമുണ്ട്. അവർ തീർച്ചയായും ദൈവരാജ്യത്തിന് വേണ്ടി എടുക്കപ്പെട്ടവരാണ്. അബ്രാഹത്തിനും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടി അവർ ഇരിക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ മക്കളെന്ന് പറയുന്ന നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? വിശ്വാസികളാണെന്നും പറഞ്ഞ് വിശ്വാസ പ്രഖ്യാപനം നടത്തി നടക്കുന്ന നമ്മൾ ചെയ്യുന്നത് എന്താണ്? സുഖലോലുപതയിലല്ലേ നമ്മൾ? മദ്യാസക്തിയിലല്ലേ നമ്മൾ? ജീവിത വ്യഗ്രതയിലല്ലേ നമ്മൾ? പിന്നെ നമ്മളെങ്ങനെ രാജ്യത്തിൻ്റെ മക്കളാവും? നമ്മളെങ്ങനെ അബ്രാഹത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെയും കൂടെ വിരുന്നിലിരിക്കും? ഈ രാജ്യത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് നമ്മൾ അഭിമാനിക്കുന്ന നമ്മളെ പിടിച്ച് കർത്താവ് ഈ വിലാപവും പല്ലുകടിയുമുള്ള സ്ഥലത്തേക്ക് എറിഞ്ഞു കളയോ ഇല്ല എന്നുള്ളതിന് വല്ല ഗ്യാരൻറ്റി ഉണ്ടോ? ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആരെ? ഈ വെള്ള വസ്ത്രം ധരിച്ചവർ. സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. അത് കർത്താവായ യേശു ജീവിച്ചിരുന്ന കാലത്ത് അതിൻ്റെ പോലുള്ളൊരു സംഭവം അന്നുണ്ടായി. ഈ പറഞ്ഞ പോലുള്ള സംഭവം മത്തായി വിശേഷം 21 8 മുതൽ 10 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിൻ്റെ പുത്രൻ ഹോസാന! കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന! യേശു ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി, ആരാണിവൻ എന്ന് ചോദിച്ചു. ഇപ്പോൾ നമ്മൾ കേട്ട വെളിപാട് പുസ്തകത്തിലുള്ള വചനവും ഇതും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. ഈ വെള്ളവസ്ത്രം ധരിച്ച ഈ വലിയ ജനക്കൂട്ടം സിംഹാസനസ്ഥനായ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കൽ നിന്നുകൊണ്ട് എന്താ വിളിച്ചു പറഞ്ഞത്? കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും പക്കലാണ് രക്ഷ എന്ന് വിളിച്ചു പറഞ്ഞവർ. ഇത് തന്നെയല്ലേ ഓശാന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? അത് തന്നെ. ഓശാന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവെ രക്ഷിക്കണമെന്നാണ്. ആ കർത്താവായ യേശു ജെറുസലേമിലുണ്ടായിരുന്ന കാലത്ത് രാജകീയ പ്രവേശനം നടത്തിയ സമയത്ത് അവിടെ കൂടിയിരുന്ന മനുഷ്യരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് വിളിച്ചു പറഞ്ഞ് എന്തു പറഞ്ഞ്? അത്യുന്നതങ്ങളിൽ ഹോസാന, ദാവീദിൻ്റെ പുത്രൻ ഹോസാന! കർത്താവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ, അത്യുന്നത ദൈവമായ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അന്ന് അവരെ കൊണ്ട് പരിശുദ്ധാത്മാവ് പറയിപ്പിച്ചത് തന്നെ ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ സ്ലീഹയ്ക്ക് അത് കാണിച്ചു കൊടുത്തു. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 13-14 വചനങ്ങളോട് നമുക്ക് ശ്രദ്ധിക്കാം. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഈ ഹോസാന പാടിയവർ ആരാണെന്ന്. ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. അപ്പോൾ ഈ ഞെരുക്കം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ വിശേഷം 16:33 പറയുന്നുണ്ട് ഞെരുക്കത്തെക്കുറിച്ച്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ ലോകത്തിൽ ഞെരുക്കം അനുഭവിച്ച് വന്ന വ്യക്തികളാണ് വെള്ളയങ്കി അണിഞ്ഞ ജനതകൾ. ഞെരുക്കം എങ്ങനെ? കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതി ഞെരുക്കം അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ. അവരാണ് കർത്താവിന് ഓശാന പാടിയത്. എവിടെ? യോഹന്നാൻ സ്ലീഹ കണ്ടത് വെളിപാട് പുസ്തകത്തിൽ. സ്വർഗത്തിലെ കുഞ്ഞാടിൻ്റെ മുമ്പിലും സിംഹാസനസ്ഥനായ ദൈവത്തിൻ്റെ മുമ്പിലും ദൈവമേ രക്ഷിക്കണമെന്ന് ഏറ്റുപറഞ്ഞ് കുരുത്തോല കയ്യിലേന്തിക്കൊണ്ട് പറഞ്ഞത്. തുടർന്ന് നമുക്ക് വായിക്കാം. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ അവരും കൂടിയുണ്ട്. ആരാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രങ്ങൾ വെളുപ്പിച്ചവർ, കഴുകി വെളുപ്പിച്ചവർ? മത്തായി വിശേഷം 26-28 അവരെക്കുറിച്ച് പറയുന്നുണ്ട്.
ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. കർത്താവായ യേശുവിൻ്റെ ഉടമ്പടിയുടേതായ രക്തത്തിൽ പങ്കുകാരായിട്ടുള്ള എല്ലാവരും ഈ വെള്ള വസ്ത്രം ധരിച്ചവരിലുണ്ട്. വെളിപാട് പുസ്തകത്തിൽ യോനസിയെ കണ്ടവരിലുണ്ട്. തുടർന്ന് കേൾക്കാം നമുക്ക്. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. അതെന്തുകൊണ്ടാണത്? യോഹന്നാൻ 6:35 പറയുന്നുണ്ട്, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നതിന് ദാഹിക്കുകയുമില്ല. കർത്താവായ യേശുവാകുന്ന വചനത്തിലേക്ക് വരുന്നവർക്ക് വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാകില്ല മക്കളെ. കർത്താവായ യേശു വചനപ്രഘോഷണം നടത്തിയിരുന്ന സമയത്ത് 3 ദിവസം കർത്താവായ യേശുവിനെ ശ്രവിച്ചവർക്ക് വിശപ്പുണ്ടായില്ലെന്ന് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുന്നു. 3 ദിവസമായി അവരെൻ്റെ കൂടെ ഇരിക്കുന്നത്. അവർ ഇപ്പോൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർ എവിടെയെങ്കിലും തളർന്ന് വീണു പോകും. ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വിശപ്പ് ഉണ്ടാവും. കർത്താവായ യേശുവിനോട് കൂടെ ആയിരിക്കുന്നവർക്ക് വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാവില്ല. വിശന്നാലോ അതറിയില്ല, ദാഹിച്ചാലോ അതറിയില്ല. കാരണം എന്താണ്? അവിടെ നിന്ന് ദൈവമായിരിക്കുന്നത് കൊണ്ടാണ്. തുടർന്ന് പറയുവാണ്, വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. കാരണം എന്താണ്? സങ്കീർത്തനം 121:5-6 വചനങ്ങൾ അതിന് പറയുന്നുണ്ട്. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടെ നിന്ന് നിൻ്റെ വലതുഭാഗത്തുണ്ട്. അതുകൊണ്ട് തണലാണ്. വെയിലും ചൂടൊന്നും ഏൽക്കില്ല നമുക്ക്. തുടർന്ന് പറയുവാണ്, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കില്ലെന്ന്. പകലിലുള്ള സൂര്യൻ്റെ ശക്തി നമുക്ക് ഏൽക്കില്ല, രാത്രി ചന്ദ്രൻ്റെ പ്രകോപനങ്ങളുണ്ടെങ്കിൽ അതും ഏൽക്കില്ല നമുക്ക് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സങ്കീർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവ്. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. സങ്കീർത്തന പുസ്തകം 23 1-2 വചനത്തിൽ പറയുന്നുണ്ട്. എന്താണ് നമുക്ക് ശ്രദ്ധിക്കുക? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകിയില്ല. പച്ചയായ പുൽത്തടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമമരുളുന്നു, പ്രശാന്തമായ ജലാശയത്തേക്ക് അവിടെ നിന്നെ നയിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒന്നിനും കുറവുണ്ടാകില്ലെന്ന് സങ്കീർത്തനം. തുടർന്ന് നമുക്ക് ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഏശയ്യാപ്രവചനം 25:8 പറയുക. എന്താണ് തുടച്ചു നീക്കുന്നത്? എങ്ങനെയാണെന്ന് അതിനകത്ത് പറയുന്നത്, ദൈവം മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും, അത് നശിപ്പിക്കും. സകലരുടെയും കണ്ണീർ തുടച്ചു മാറ്റും. ആര്? ഈ വെള്ളവസ്ത്രം ധരിച്ചവരുടെ, അല്ലാത്തവരുടെ കാര്യം പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് സങ്കീർത്തന പുസ്തകം 56:8 പറയുന്നുണ്ട്. അവിടെ നിന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. ഈ ഞെരുക്കം അനുഭവിച്ചിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന സമയത്ത് കർത്താവിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കണമല്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നാലാണ് അനേകം വ്യക്തികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരുപാട് യാത്രകൾ നടത്തേണ്ടവരും അലഞ്ഞു തിരിയേണ്ടവരും, ഭക്ഷണമില്ലാതെയും വെള്ളമില്ലാതെയും വസ്ത്രമില്ലാതെയും ദാരിദ്ര്യമെല്ലാം സഹിച്ചുകൊണ്ട് അലഞ്ഞു തിരിയേണ്ടവരും. അതുകൊണ്ടാണ് കർത്താവ് സങ്കീർത്തനങ്ങളോട് പറഞ്ഞത്, അവിടെ നിന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ജീവൻ്റെ ഗ്രന്ഥത്തിൽ അതുകൂടി എഴുതി ചേർക്കും പേരുള്ളവരുടെ കൂടെ. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശു ആരാധന. ഇനി നമുക്ക് തെറ്റ് ചെയ്യുന്നവർക്ക് ആർക്കും ദൈവകരങ്ങളിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നതിനെക്കുറിച്ച് വചനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ പറയും തെറ്റ് ചെയ്താൽ ദോഷപൂർത്തിയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ. പക്ഷേ തെറ്റ് ചെയ്യുന്നവരെങ്ങനെ ആയിരിക്കുമെന്ന് കൂടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാൽ മാത്രമേ തെറ്റ് ചെയ്യുന്നവർക്ക് രക്ഷ കിട്ടുമോ ഇല്ലെന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റുള്ളൂ. നമുക്കതിനെക്കുറിച്ചുള്ള വചനം കേൾക്കാം. തോബത്തിൻ്റെ പുസ്തകം 13:2. ദൈവം ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു, പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കാം. ദൈവം ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. റോമാലേഖനം 11:22 പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. എന്താണ് ആ രക്ഷ, ആ ശിക്ഷയും കരുണയും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ നിന്ന് പാതാളത്തിലേക്ക് താഴ്ത്തും, അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുമെന്നാണ് ജോബിൻ്റെ പുസ്തകത്തിൽ, തോബത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് പൗലോസ്യ റോമാക്കാർക്ക് ലേഖനത്തിലൂടെ നമുക്ക് നൽകുന്നത്. റോമാലേഖനം 11:22 വചനം. ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിൻ്റെ ശ്രദ്ധയിലിരിക്കട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യമുണ്ട്, അതോടൊപ്പം കാഠിന്യവും ഉണ്ട്. വീണവനോട് കാഠിന്യവും. എന്തിന് വീണവനോട്? തെറ്റിൽ വീണവനോട് കാഠിന്യം. ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും കർത്താവ് കാണിക്കുന്നു, അല്ലെങ്കിൽ നീയും മുറിച്ച് നീക്കപ്പെടും. അതായത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ള മറ്റൊരു
പ്രഭണിത വചനം പറയുന്നുണ്ട്. പ്രഭാഷകൻ 16 അധ്യായം 11, 12 വചനങ്ങൾ. കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചുരിയുമ്പോഴും കർത്താവിൻ്റെ ശക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവർത്തികൾക്ക് അനുസരണമായി കർത്താവ് മനുഷ്യനെ വിധിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രവൃത്തി എന്താണോ അതനുസരിച്ചായിരിക്കും കർത്താവ് നമ്മളെ വിധിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. തുടർന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ലെന്നാണ് തോബിത്തിൻ്റെ പുസ്തകം 13:2 പറയുന്നത്. സങ്കീർത്തന പുസ്തകം 119, 155 എന്താണ് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. രക്ഷ ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു, എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജോബിൻ്റെ പുസ്തകം 11:20 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദുഷ്ടരുടെ കണ്ണുകൾ നിഷ്പ്രഭമാകും, രക്ഷാമാർഗങ്ങൾ അവർക്ക് ലഭിക്കുകയില്ല, മരണം മാത്രമാണ് അവർ പ്രത്യാശിക്കാനുള്ളത്. ദുഷ്ടത എന്തെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ എത്രയും വേഗം മാറ്റാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മരണത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് പ്രത്യാശ ഉണ്ടാകാൻ വഴിയുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊന്നിനെക്കുറിച്ചും പ്രത്യാശിച്ചിട്ട് കാര്യമില്ലെന്നാണ് വചനം പറയുന്നത്. തുടർന്ന് ജോബിൻ്റെ പുസ്തകം 22, 29, 30 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 22 അധ്യായം 29, 30. ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യും. നിരപരാധനെ കർത്താവ് രക്ഷിക്കുന്നു. നിൻ്റെ കരങ്ങളുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടും. അപ്പോൾ ഓരോരുത്തർക്കും എന്തുമാത്രം നിർമ്മലത ഉണ്ടോ അതനുസരിച്ചാണ് ഓരോരുത്തർക്ക് രക്ഷ കിട്ടുന്നത്. സുഭാഷിതം 14:27 അടുത്തത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വചനം പറയുന്നുണ്ട്. ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ്, മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു. ദൈവഭക്തിയുള്ള വ്യക്തിയായിട്ട് ജീവിച്ചാൽ അവൻ ജീവൻ്റെ ഉറവയായിട്ട് മാറും. അതല്ല മറ്റ് രീതിയിലാണ്, ദൈവഭക്തിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിലോ മരണത്തിൻ്റെ കെണികളിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാരണം ദൈവഭക്തി എന്ന് പറയുന്നത് എന്താണ്? സുഭാഷിതം 8:13 പറയുന്നുണ്ട്. തിന്മയെ വെറുക്കലാണ്. നമുക്ക് തിന്മ ചെയ്യാതിരിക്കാൻ സാധിക്കും, പക്ഷേ തിന്മയുടെ ചിന്തകൾ നമ്മൾ ഉപേക്ഷിക്കില്ല. അതിങ്ങനെ മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ടാണ് പല തിന്മകളും. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതായിട്ട്, മറ്റുള്ളവരുടെ സമ്പത്ത് മോഷ്ടിക്കുന്നതായിട്ട്, മറ്റുള്ളവരുമായിട്ട് അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട്, മ്ലേച്ഛ ചിന്തകളിലൂടെ, മ്ലേച്ഛപരമായ സംസാരങ്ങളിലൂടെ, മ്ലേച്ഛമായ കാഴ്ചകൾ കണ്ട്, പലതരം മോശം ഫിലിമുകൾ കണ്ട് നമ്മൾ ഭക്തിയായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറുന്നു നമ്മുടെ ഹൃദയം. നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും മാത്രം ഭക്തി പോരാ. എന്തിനു വേണം? ചിന്തയിലായിരിക്കണം ആദ്യം ഭക്തിയുടേതായ ഏറ്റവും വലിയ അലങ്കാരം വേണ്ടത്. ഹൃദയവിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് സാധിക്കില്ല. അവരാണ് ദൈവഭക്തിയുള്ള ജനം. അല്ലാത്തവർക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കില്ല. ദൈവത്തോട് ഭക്തിയുണ്ടെന്ന് പറയുന്നത് കപടനാട്യമാണ്. കപടഭക്തരെ എന്നാണ് കർത്താവായ യേശു അവരെക്കുറിച്ച് വിളിക്കുന്നത്. അതുകൊണ്ട് തിന്മയെ പൂർണ്ണമായി വെറുക്കുക, ഉപേക്ഷിക്കുക. തിന്മയെക്കുറിച്ചുള്ള ചിന്ത പോലും നമ്മളിൽ വരാൻ പാടില്ല. അപ്പോൾ പറയും നമ്മൾ അത് കാണണം ഇത് കാണണം, അങ്ങോട്ട് നോക്കണ്ടെന്നേ. അല്ലേ ഭർത്താവ് പറഞ്ഞത്, നിൻ്റെ കണ്ണ് ചുഴിഞ്ഞെടുത്ത് കളയാൻ. കണ്ണ് ചുഴിഞ്ഞ് കളഞ്ഞവനെ പോലെ ആയിരിക്കണം തിന്മ കാണുമ്പോൾ കാണാതെ പോകുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകുന്ന ഈ ലോകത്തിൽ, എന്നതുപോലെ ഇതും കാണാതെ പോയേക്കണം. അപ്പോൾ കണ്ണ് ചുഴിഞ്ഞെടുത്തതിന് തുല്യമല്ലേ? ചിലർ ചോദിക്കും, നിനക്ക് കണ്ണുണ്ടായിട്ട് നീ കാണുന്നില്ലേ? ചില കാര്യങ്ങൾ ചില വ്യക്തിയോട് ചോദിക്കുക, എന്നതുപോലെ കാണാതെ നടക്കണം നമ്മൾ. അപ്പോൾ കണ്ണ് ചുഴിഞ്ഞെറിഞ്ഞതിന് തുല്യമാണോ? പ്രൈസ് ലോർഡ്. യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:10. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. 1 പത്രോസ് 1 അധ്യായം 14, 15, 16 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് വിശുദ്ധമായവ? വിശുദ്ധിയോടെ ചെയ്യുന്നവരെക്കുറിച്ചാണ് പറയുന്നത്. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെ എന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവിൻ. അപ്പോൾ തിന്മ നിറഞ്ഞതായ ജീവിതങ്ങൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിനോട് അനുസരണം എന്നുള്ള മക്കളെന്നുള്ള നിലവെച്ചുകൊണ്ട് നിങ്ങൾ അതിനെയെല്ലാം ഉപേക്ഷിച്ച് കളയാം. അതാണ് പത്രോസിയ പറയുന്നത്. തുടർന്ന്
മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന്. അതായത് കർത്താവായ യേശു പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ പരിശുദ്ധരായിരിക്കണമെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. യാക്കോസ്യയുടെ ലേഖനം 5-ാം അധ്യായം 19-20 വചനങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഈ കേട്ടതനുസരിച്ച് സുഭാഷിതം 10:10, 12 വചനങ്ങളും നമുക്ക് വായിക്കാം. സുഭാഷിത പുസ്തകം 10-ാം അധ്യായം 10-ാം വചനവും 12-ാം വചനവും നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കാം. തെറ്റിന് നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തി വയ്ക്കുന്നു, ധൈര്യപൂർവ്വം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു. വിദ്വേഷം കലഹം ഇളക്കി വിടുന്നു, സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. അപ്പോൾ ഒരു തെറ്റായ ജീവിതം നയിക്കുന്നൊരു വ്യക്തി, സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയെ, അവൻ്റെ കൂട്ടുകാരനായി ജീവിക്കുന്നൊരു വ്യക്തി നേർവഴിക്ക് കൊണ്ടുവന്നാൽ അവൻ്റെ തെറ്റിന് നേരെ കണ്ണടയ്ക്കരുത്. അവനെ ധൈര്യപൂർവ്വം ശാസിച്ച് നേർവഴിക്ക് കൊണ്ടുവന്നാൽ അവൻ്റെ ആത്മാവിനെ, ഈ നേർവഴിക്ക് കൊണ്ടുവരുന്ന ആത്മാവിനെ അവൻ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവൻ ഏത് തെറ്റിൽ ജീവിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, അവന് ഒരു ദോഷപ്രതി അതുവഴി കിട്ടും. അല്ലാതെ ഒരു വിധത്തിലും ദോഷപ്രതി കിട്ടില്ല. ഒരു പാപിയെ നമ്മൾ നേടി സ്വർഗത്തിന് കൊടുക്കുമ്പോഴാണ് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. അല്ലാതെ വേറൊരു വിധത്തിൽ സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകില്ല. ഒരുവൻ്റെ മാനസാന്തരത്തിലാണ് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. അല്ലാതെ ഇവിടെ എത്രയാ നമ്മൾ പെരുന്നാൾ ആഘോഷങ്ങൾ നടത്തിയാലും കൊട്ടിഘോഷങ്ങൾ നടത്തിയാലും എന്തെല്ലാം ആഘോഷങ്ങളും, ഇപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് കേക്ക് മേടിച്ച് മുറിക്കൽ, പടക്കം പൊട്ടിക്കൽ, മറ്റതുപോലുള്ള നക്ഷത്ര വിളക്കുകൾ തൂക്കൽ, ഇതെല്ലാം നമുക്ക് ഭയങ്കര ആഘോഷങ്ങളായി നമ്മൾ കൊണ്ടാടാറുണ്ട്. ഇതിലൊന്നും സ്വർഗം സന്തോഷിക്കുന്നില്ല മക്കളെ. ഒരു പാവിയുടെ മാനസാന്തരത്തിലാണ് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. അല്ലാതെ ഒരിക്കലും സ്വർഗം സന്തോഷിക്കുന്നില്ല. ഓർമ്മയിരിക്കട്ടെ. തുടർന്ന് വിശുദ്ധ പത്രോസ്ലിയ നമ്മോട് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. 2-3 വചനങ്ങൾ പത്രോസ്ലിയ പറയുന്നുണ്ട് നമ്മളോട്. നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാവഢ്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുകയും. 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ്. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ സജീവ ശിരയായ യേശുവിനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യ ശിരയാണ് യേശു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാ സിയോനിൽ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് അവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്നവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ തട്ടി വീഴുന്നു, മൂലക്കല്ല് തട്ടി വീഴുന്നു. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. കർത്താവായ യേശുവാകുന്ന മൂലക്കല്ല് തട്ടി വീണ് നാശത്തിൽ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമ്മൾ പറയുന്നത് എല്ലാ തിന്മകളും ഉപേക്ഷിക്കാനാണ് പത്രോസ്ലിയ ആവശ്യപ്പെടുന്നത്. രക്ഷയിലേക്ക് വളർന്നു വരുന്ന എന്ത് പാലിന് വേണ്ടിയിട്ടാണ്? പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കാൻ. അതുപോലെയുള്ളൊരു ദാഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദാഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. തുടർന്ന് പത്രോസ്ലിയ പറയുന്ന മറ്റൊരു വചനം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. ഹെബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാരയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ്സ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു.
ഇതാണ് കാര്യം. കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു. തുടർന്ന് പത്രോസിയ പറയുവാണ്, 2 പത്രോസ് 2:22, നായി ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. ആരെ സംബന്ധിച്ച്? രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും തിന്മ ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ ശ്രമിക്കുക. ഒരു വചനം കൂടി പത്രോസിയ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് നിർത്താം. 1 പത്രോസ് 4:17-18 വചനങ്ങൾ. വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. യേശയ്യാപ്രവചനം 46:13-14 പറയുന്നുണ്ട്. ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു എന്ന് ദൈവം പറയുവാണ്. അത് വിദൂരത്തല്ല, ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല. ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും. തുടർന്ന് പറയുന്നു, ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. 1 കൊരിന്ത്യർ 3:16 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ലൂക്കാസ് വിശേഷം തുടർന്ന് പറയുവാണ്, അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ. ലൂക്കാസ് വിശേഷം 12:48 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. നമ്മൾ രക്ഷ പ്രാപിച്ചവരാണെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളിലാണ് ഇത് ആരംഭിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ദൈവം കൂടുതൽ തന്നിട്ടുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. അങ്ങനെയുള്ളവരോട് ദൈവം കൂടുതൽ ചോദിക്കുമെന്നാണ് പറഞ്ഞത്. തുടർന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? 2 തെസ്സലോനിക്ക 1:8-9 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവായ യേശു ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും അവിടുത്തെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവിടുത്തെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. ഇതായിരിക്കും അവർക്ക് സംഭവിക്കുന്നത്. നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ സ്ഫുടം ചെയ്ത് നിത്യനാശത്തിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് വരാൻ വേണ്ട എല്ലാ മാർഗങ്ങളും കർത്താവ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റാം. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞതും സ്നേഹം നിറഞ്ഞതുമായ ദൈവമായ കർത്താവെ, അവിടുത്തെ മക്കളായ ഞങ്ങളെ അവിടുന്ന് നൽകിയ കൽപ്പനകളും വചനങ്ങളും പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരാക്കാൻ കനിവുണ്ടാകണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാവങ്ങൾക്കും മാപ്പപേക്ഷിക്കുന്നു. വീണ്ടും മാലിന്യങ്ങളിൽ വീഴാതിരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയോട് ദാഹമുള്ളതാക്കി തീർക്കണമേ. ദൈവവചനത്തോട് തീക്ഷ്ണതയുള്ളവരാക്കി മാറ്റണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ പാപബോധവും അനുതാപവും ഉള്ളവരാക്കി തീർക്കണമേ. നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ജീവിച്ചു വാഴുന്ന സർവശക്തനും അനന്ത കരുണാനിധിയായ കർത്താവായ യേശുവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ.